ഹായ് ഹലോ നമസ്കാരം. ഫൈസൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് UAE വരുന്നവർ, ജോബ് അന്വേഷിച്ച് വരുന്നവർക്കുള്ള ഒരു വിസ ഉണ്ട്, ജോബ് സീക്കേഴ്സ് വിസ. ആ വിസ എന്താണെന്നും എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്നും അതിന്റെ എമൗണ്ട് എത്രയാകും എന്നൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ഫൈസൽ ടോക്സ്. ഇന്ന് ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിസ പലരുടെ ഇടയിലും ചർച്ചാ വിഷയമായ ഒരു വിസയാണ്. കാരണം നേരത്തെ തന്നെ എല്ലാവരും ഇവിടെ വന്നുകൊണ്ടിരുന്നത് വിസിറ്റ് വിസയിലാണ്. വിസിറ്റ് വിസയിൽ വരുന്നത്, ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് വിസ മാറി ജോലി കയറി വിസ മാറുന്ന ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ വിസയും ടൂറിസ്റ്റ് വിസ 2 മാസം, 3 മാസം, 1 മാസം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ടൂറിസ്റ്റ് വിസകൾ, അതൊക്കെ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിന്ന് ജോലി കണ്ടുപിടിച്ചവരായിരിക്കും ഭൂരിഭാഗം ഉള്ളവർ. പക്ഷേ ഇപ്പോൾ UAE ഗവൺമെന്റ് കഴിഞ്ഞ 1 വർഷമായിട്ട് നടപ്പിലാക്കി വന്ന ഒരു വിസയാണ് ജോബ് സീക്കേഴ്സ് വിസ. അത് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെ അതിന്റെ റീഫണ്ട് കിട്ടും എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജോബ് സീക്കേഴ്സ് വിസ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ജോബ് അന്വേഷിച്ച് UAE വരുന്നവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിസയാണ്. പക്ഷേ അത് കിട്ടാനായിട്ട് വെറുതെ ഒന്നുമല്ല കിട്ടുന്നത്, ചില മാർഗനിർദ്ദേശങ്ങൾ അതിനുണ്ട്. അതിനെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തത്, അപ്രൂവ്ഡ് ആയിട്ടുള്ള UAE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണലി 500 യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി UAE ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഒന്നും അതിലില്ല. അത് ടോട്ടൽ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ 7 IITയും ഒരു IISുമാണ് അതിൽ വന്നിട്ടുള്ളത്. ആ 8 യൂണിവേഴ്സിറ്റികൾ മാത്രമേ ഇന്ത്യയിൽ നിന്നും അതിൽ എലിജിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള വേറെ എന്ത് ക്രൈറ്റീരിയയാണ്, വേറെ ഏത് രീതിയിൽ നമുക്കിവിടെ വരാൻ കഴിയും എന്ന് നമുക്ക് നോക്കാം. അപ്പോ യൂണിവേഴ്സിറ്റിയിൽ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ 500 യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ 8 യൂണിവേഴ്സിറ്റികൾ, ടോട്ടൽ 500, ഓൾ ഓവർ ദ വേൾഡ് 500 യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്നവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് സീക്കർ വിസയിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ്, നമ്മുടെ മൊഹറി, അതായത് നമ്മളെ ലേബർ, UAE ലേബർ നിഷ്കർഷിച്ചിട്ടുള്ള ലെവൽ 1, ലെവൽ 2, നമ്മൾ ഈ പറയുന്നതില് ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ഇത് ഏതൊക്കെ ആളുകളാണ് ഇതിൽ പെടുന്നത്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ജോലി ഉള്ളവർക്കാണ്, ജോലി തേടുന്നവർക്കാണ് ഈ കാറ്റഗറി പെടുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ലെവൽ 1 എന്ന് പറഞ്ഞാൽ മാനേജറിയൽ ലെവൽ, മാനേജേഴ്സ്, ലെജിസ്ലേറ്റീവ്സ്, അതുപോലെ തന്നെ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് എന്ന് വെച്ചാൽ CEO, CMO, CEO ലെവൽ, ആ മുകളിലത്തെ ലെവലാണ് ലെവൽ 1 വരുന്നത്. അടുത്തത് കാറ്റഗറി B, അതായത് ലെവൽ 2 വരുന്നതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് വരുന്നു, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്, ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ടെക്നീഷ്യൻസ്, പിന്നെ അത്തരത്തിലുള്ളവര്, ഹ്യൂമൻ റിസോഴ്സിലെ ആളുകളൊക്കെ, സ്പെഷ്യലിസ്റ്റുകളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലെവൽ ബിയിൽ വരുന്നത്. ലെവൽ സിയിൽ വരുന്നതെന്ന് വെച്ചാൽ, അതായത് മിഡ് ലെവലാണ് അത് വരുന്നത്. എ ക്ലാസ് എന്ന് പറയുന്നത് PG, MPhil അങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ആണ് അതിൽ വരുന്നത്. ബിയിൽ വരുന്നത് PG, ഡിഗ്രി വരെയുള്ളവർക്ക് B കാറ്റഗറിയിൽ വരുന്നു. അതുപോലെ തന്നെ C കാറ്റഗറി അഥവാ ലെവൽ 3 എന്ന് പറയുന്നതിന് അതർ ടെക്നീഷ്യൻസ്, പിന്നെ അത്തരത്തിലുള്ള ആൾക്കാരാണ് ലെവൽ സിയിൽ വരുന്നത്. ടെക്നീഷ്യൻസ്, പിന്നെ അതർ ഓഫീസ് അസിസ്റ്റൻസ്, അതൊക്കെയാണ് ലെവൽ 3യിൽ വരുന്നത്. അവർക്ക് ഡിപ്ലോമ മതിയാവും. അപ്പോൾ ഇതാണ് 3 കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ അതിനും താഴേക്ക് പോകുന്നവർക്ക് ഈ ജോബ് സീക്കേഴ്സ് വിസയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ജോലി അന്വേഷിച്ച് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കി വരണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഡിപ്ലോമ ഒരു മിനിമം കാറ്റഗറി ആയിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജോബ് സീക്കേഴ്സ് വിസ എങ്ങനെ നമുക്ക് എടുക്കാം, എത്ര രൂപയാകും എന്നുള്ളത് നമുക്ക് നോക്കാം. രൂപ അല്ലെങ്കിൽ ദറംസിൽ പറയാം. നമുക്ക് ജോബ് സീക്കേഴ്സ് വിസ 60 ദിവസം, 90 ദിവസം, 120 ദിവസം, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് ലഭിക്കും. അതായത് 2 മാസത്തെ വിസ, 3 മാസത്തെ വിസ, 4 മാസത്തെ വിസ. അതിന്റെ എമൗണ്ട് എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 60 ദിവസത്തെ അഥവാ 2 മാസത്തെ വിസയ്ക്ക് 1495 ദറംസാണ്
വിസയ്ക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതുപോലെ തന്നെ 90 ദിവസത്തെ വിസയ്ക്ക് 1655 120 ദിവസത്തെ, അതായത് 4 മാസത്തെ വിസയ്ക്ക് 1815 റേറ്റ് വരുന്നത്. ഈ പറയുന്ന റേറ്റിലെല്ലാം 1025 ദിറംസ് ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. 1025 ദിറംസിൽ 1000 ദിറംസ് ഡെപ്പോസിറ്റും 25 ദിറംസ് അതിന്റെ ഇൻഷുറൻസ് ചാർജുമാണ്. അപ്പോ നമുക്ക് ഇവിടുന്ന് ജോലി കിട്ടാതെ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ ജോലി ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് തുകയായിട്ടുള്ള 1000 ദിറംസ് നമുക്ക് റീഫണ്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് എമിഗ്രേഷന്റെ സൈറ്റിൽ കയറി നമുക്ക് റീഫണ്ട് അടിക്കാവുന്നതാണ്. അപ്പോ ഈ 1025 ഒരു നഷ്ടമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അതെന്നും എപ്പോഴായിരുന്നാലും, ഇപ്പൊ ജോലി അഥവാ നമുക്ക് ജോലി ലഭിക്കാതെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാഷ് തിരിച്ചു കിട്ടും. അതൊരു ഡെപ്പോസിറ്റ് മാത്രമാണ്. ആ പൈസ നോക്കാതെ ഇരുന്നാൽ, ആ പൈസ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ആ ദിറംസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. 60 ദിവസത്തെ ചാർജ് 370 ദിറംസേ വിസയ്ക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 90 ദിവസത്തിന് 630, 120 ദിവസത്തെ, അതായത് 4 മാസത്തെ വിസയ്ക്ക് 790 ദിറംസേ വരുന്നുള്ളൂ. അപ്പോ ഞാൻ പറയുന്നത് വെച്ചിട്ട് ഈ വിസിറ്റ് വിസ അഥവാ ടൂറിസ്റ്റ് വിസ എടുത്ത് UAE വരുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ സർട്ടിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ജോലിയാണ് നോക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാനേജേഴ്സ് അഥവാ എന്താണ് ടെക്നിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള ഫീൽഡുകൾ നോക്കുന്നുണ്ട്, നിങ്ങൾ ആ ജോലി അന്വേഷിച്ചാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോബ് സീക്കേഴ്സ് വിസ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആദ്യം നിങ്ങൾക്ക് വലിയ ചെലവായിട്ട് തോന്നും. ഒരു 1500 ദിറംസ് 1600 ദിറംസ് ഒക്കെ കൊടുക്കുമ്പോൾ വലിയൊരു ചെലവായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചാലോ അല്ലെങ്കിൽ ജോലി കിട്ടാതെ തിരിച്ചു പോയാലോ ഈ പൈസ, ഈ 1000 ദിറംസ് നിങ്ങൾക്ക് ഇവിടുന്ന് റീഫണ്ട് കിട്ടുന്നതാണ്. അതൊരു ഡെപ്പോസിറ്റ് മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, ആ പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക, ആദ്യ മാസത്തെ ചെലവുകൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. ഈ ജോബ് സീക്കേഴ്സ് വിസ എന്തായിരുന്നാലും ജോലി അന്വേഷിച്ച് വരുന്നവർക്ക് വലിയൊരു ഉപകാരമാണെന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായം. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും എതിർ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഇനി ഒരു പുതിയൊരു വിശേഷമായി വീണ്ടും കാണാം.